കുടക് ഗോണിക്കുപ്പയിലെ 50 ലക്ഷത്തിന്റെ കവർച്ച നടത്തിയ RSS കൊട്ടേഷൻ നേതാവ് പേട്ട് ദിനേശിനെ കോടതിയിൽ ഹാജരാക്കാൻ ഉത്തരവ്. കുടക് പൊന്നമ്പേട്ട് കോടതിയാണ് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. വ്യാഴാഴ്ച ഹാജരാക്കാനാണ് നിർദ്ദേശം. ഡിസംബർ 8-നാണ് കുടകിലെ ഗോണിക്കുപ്പയിൽ 50 ലക്ഷം രൂപയുടെ കവർച്ച നടന്നത്. മൈസൂരിൽ സ്വർണ്ണാഭരണങ്ങൾ വിറ്റ പണവുമായി മടങ്ങുകയായിരുന്ന മലപ്പുറം സ്വദേശി ഷംജാദിനെയാണ് പേട്ട ദിനേശന്റെ നേതൃത്വത്തിൽ കൊള്ളയടിച്ചത്. നിരവധി വാഹനങ്ങളിലായി എത്തിയ കൊട്ടേഷൻ സംഘം ഷംജാദ് സഞ്ചരിച്ച വാഹനം നടുറോഡിൽ തടഞ്ഞു നിർത്തി. കാറിൽ നിന്നും പിടിച്ചിറക്കി ക്രൂരമായി മർദ്ദിച്ച് പണവുമായി കടന്നു കളയുകയായിരുന്നുവെന്ന് ഷംജാദ് ഗോണിക്കുപ്പ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പേട്ട ദിനേശനും സംഘവുമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് തെളിഞ്ഞു. പേട്ട ദിനേശനെ കോടതിയിൽ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. കുടക് പൊന്നമ്പേട്ട കോടതിയാണ് പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിച്ചത്. ഡിസംബർ 28-ന് ഹാജരാക്കാനാണ് വിയൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനോട് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ദിനേശന്റെ കൂട്ടാളികളായ വീരാജ്പേട്ടയിലെ RSS പ്രവർത്തകരെ നേരത്തെ ഗോണിക്കുപ്പ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. SFI കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന KV സുധീഷിനെ മാതാപിതാക്കളുടെ മുന്നിലിട്ട് ക്രൂരമായി വെട്ടിക്കൊന്ന കേസിലെ മുഖ്യപ്രതിയാണ് പേട്ട ദിനേശൻ. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനെ ട്രെയിനിൽ വെച്ച് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലും മുഖ്യപ്രതിയാണ് ഇയാൾ. കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ വെച്ച് CPM പ്രവർത്തകനായ കക്കട്ടിലെ KP രവീന്ദ്രനെ കൊലപ്പെടുത്തിയതും പേട്ട ദിനേശന്റെ നേതൃത്വത്തിലായിരുന്നു. KV സുധീഷ് വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ് ദിനേശൻ. ജയിലിൽ നിന്നും പരോളിൽ ഇറങ്ങിയ സമയത്താണ് കുടകിലെത്തി കവർച്ച നടത്തിയത്. PV കുട്ടൻ, കോഴിക്കോട്.